നാളെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ഗവൺമെൻറ് മുൻകൂട്ടി തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഈ മാസം 20 എപ്പോഴെങ്കിലും നടത്തിയിരുന്ന കാര്യം ഇപ്പോഴല്ലേ ഇത് മുഴുവൻ ജനങ്ങളും ഗൗരവപരമായിട്ട് കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 29-ന് കാരണം ഇത് തുറന്നു കാണിക്കാൻ തന്നെ വേണം. ഇതിന് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പച്ചയായിട്ട് ഭരണവർഗത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, ദാസ്യവേല ചെയ്യാൻ തയ്യാറാവുന്ന ഒരവസ്ഥയാണ് ഈ EDയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തിയായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യാപകമായ പ്രതിഷേധ പ്രകടനം നടക്കണം. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ 29-ാം തീയതി ഇതിൻ്റെ ഒരു തുടർച്ചയായി ED ഓഫീസിലേക്കുള്ള ജനകീയമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോവുകയാണ് നാളെ വൈകുന്നേരം. അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗം ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ ആ പുനരധിവാസ പ്രവർത്തനം നടത്താനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക മാതൃകക്ക് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട പുനരധിവാസം എന്നത് പറയാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ DYFI മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളിങ്ങനെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും DYFI പണപ്പിരിവ് നടത്താതെ അവരുടെ അധ്വാനവും അവരുടെ സംഘടനാപരമായ കഴിവും ശേഷിയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 100 വീട്, അവരാദ്യം തന്നെ 25 വീടായിരുന്നു ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞത്, 100 വീടിന് 20 കോടി റുപ്യ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായി നടത്തിയ ഈ പ്രവർത്തനത്തെ കേരളത്തിലുള്ളവർ മാത്രമല്ല എല്ലാവരുടെയും മുക്തകണ്ഠ പ്രശംസ അവരർഹിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇപ്പോഴും ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. ഞാൻ ആദ്യം പോലീസിന്റെ വാദങ്ങൾ തള്ളി കൊടകര കേസിൽ ED ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചതിൽ EDക്കെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് EDക്കുള്ളത് എന്നുള്ള രീതിയിലാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പരാമർശം നടത്തിയിരിക്കുന്നത്.